ഹലോ, ഇന്ന് നമുക്ക് പഞ്ഞി പോലിരിക്കുന്ന പാലപ്പം ഉണ്ടാക്കിയാലോ? ഇത് പലയിടങ്ങളിൽ പല പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പം, പാലപ്പം, വെള്ളയപ്പം എന്നൊക്കെ പറയും. ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 കപ്പ് അരി എടുത്തിട്ടുണ്ട്. ബിരിയാണി അരിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് പച്ചരിയോ സോന മസൂരിയോ പൊന്നി അരിയോ എന്ത് വേണമെങ്കിലും എടുക്കാം. അത് ഞാൻ 4 മണിക്കൂർ വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് അരി ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് നല്ലതായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. ഞാൻ അരിയാണ് ആദ്യമേ അരച്ചെടുക്കുന്നത്. നല്ലപോലെ അരച്ചെടുത്തതിന് ശേഷം മാത്രം നിങ്ങൾ തേങ്ങ ചേർക്കുക. അല്ലെങ്കിൽ രണ്ടും കൂടെ അരച്ച് കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ്. നല്ലപോലെ അരി അരച്ചതിന് ശേഷം ഞാൻ ഇതിലേക്ക് 1 കപ്പ് തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 കപ്പ് അരിക്ക് 1 കപ്പ് തേങ്ങയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഞാൻ അരിയും തേങ്ങയും കൂടെ നല്ലപോലെ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് അതിൽ നിന്ന് ഞാൻ ഒരു 1/4 കപ്പ് മാവെടുത്ത് 3/4 കപ്പ് വെള്ളത്തിൽ ഒന്ന് കലക്കിയതിന് ശേഷം ഞാനതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഒന്ന് കാച്ചി എടുക്കുന്നുണ്ട്. ഇതിന് പാവ് കാച്ചുക, കപ്പ് കാച്ചുക എന്നൊക്കെയാണ് പറയുന്നത്. ഇത് ഞാൻ ചെയ്യുന്നത് ചോറിന് പകരമാണ്. നിങ്ങൾക്ക് ഈ പാവ് കാച്ചുന്നത് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് 1 കപ്പ് ചോറ് ഇതിന് പകരം മാവിലിട്ട് കൊടുത്ത് അരച്ചെടുക്കാവുന്നതാണ്. ഞാനിത് നല്ലപോലെ ഒന്ന് കുറുക്കിയെടുത്തതിന് ശേഷം അതൊന്ന് തണുപ്പിച്ചിട്ട് ഞാൻ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ മാവ് നമ്മളിങ്ങനെ പാവ് കാച്ചുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പത്തിന് നല്ല മണവും രുചിയും നല്ല സോഫ്റ്റ്നെസ്, അതായത് നല്ല സോഫ്റ്റായിട്ടുള്ള അപ്പവും നമുക്ക് കിട്ടാൻ വേണ്ടിയാണ്. അത് ഒന്ന് തണുക്കാൻ മാറ്റി വെച്ചതിന് ശേഷം ഞാൻ എടുത്ത് വെച്ചിരിക്കുക, അതായത് അരച്ച് വെച്ചിരിക്കുന്ന മാവിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് പഞ്ചസാരയും 1 ടീസ്പൂണ് ഈസ്റ്റും 1 ടീസ്പൂണ് ഉപ്പും പിന്നെ ഈ തണുപ്പിച്ച് വെച്ചിരിക്കുന്ന പാവും കൂടെ അതിനകത്ത് ഒഴിച്ച് കൊടുത്ത് നല്ലപോലെ ഒന്ന്, അതായത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടി മാത്രം ഒന്ന് അടച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കൈ കൊണ്ട് വേണം കലക്കാമെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. ഞാനത് ജസ്റ്റ് മിക്സിയിലൊന്ന് അടച്ചെടുത്ത് ഒരു 8 തൊട്ട് 12 മണിക്കൂർ വരെ ഒന്ന് അടച്ച് വയ്ക്കുന്നുണ്ട്. നിങ്ങളുടെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഈസ്റ്റിന് പകരം നിങ്ങൾക്ക് കള്ള് എന്ന് പറയുന്ന ഒരു സംഭവം, അതായത് നിങ്ങൾ പഴയ കാലത്തൊക്കെ ആൾക്കാർ ചെയ്തിരുന്നത് തേങ്ങ വെള്ളത്തിൽ പഞ്ചസാര ഇട്ട് ഒരു രാത്രി വെച്ചിട്ട് അത് നമുക്ക് ഈ മാവിലേക്ക് ഒഴിച്ച് കൊടുത്ത് നമുക്ക് അരച്ച് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. നമുക്ക് ഇനിയും നല്ലൊരു അപ്പച്ചട്ടിയിലേക്ക് ഈ മാവ് ഒഴിച്ച് കൊടുത്ത് മാവ് പൊങ്ങി വന്നതിന് ശേഷം അപ്പച്ചട്ടിയിലേക്ക് മാവ് ഒഴിച്ച് കൊടുത്ത് നല്ലപോലെ അടച്ച് വെച്ച് ഒരു 4 മിനിറ്റ് വേവിച്ചെടുക്കാവുന്നതാണ്. ഈ നിങ്ങൾ ഇങ്ങനെ അപ്പം ഉണ്ടാക്കുമ്പോൾ ഈ നോൺ സ്റ്റിക്ക് പാനിൽ എണ്ണയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, എണ്ണ തുടയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പച്ചട്ടി, ഇരുമ്പ് ചട്ടിയോ ചീനിച്ചട്ടിയോ ആണെങ്കിൽ മാത്രം എണ്ണ തേച്ച് കൊടുക്കുക. നിങ്ങൾ ഉണ്ടാക്കി നോക്കുക.